ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം ഗായ്സ്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഡിഷ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അനിയത്തി ഇവിടെ വന്നിട്ട് അവൾക്കൊരു ചെറിയൊരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഡിഷ് എങ്ങനെയുണ്ട്, അതെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചെറിയ ഇതായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണുക. അതൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും കുട്ടികൾക്ക് വൈകുന്നേരം വരുന്ന കുട്ടികൾക്കൊക്കെ സ്നാക്സ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നന്നായി സന്തോഷത്തോടെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതെന്തായാലും കണ്ടു നോക്കാം ഗായ്സ്. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കുന്ന ഫുഡ് അടിപൊളിയായിരിക്കുന്നതെല്ലാം. അപ്പോൾ അരിമാവും കൊണ്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിൽ മുട്ട, ഇഞ്ചി, കറുവപ്പട്ട, പച്ചമുളക്, ഉള്ളി, ഉരുളക്കിഴങ്ങ്, പിന്നെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഇതെല്ലാം കൂടി കുഴച്ചിട്ട് കാണിച്ചു തരാം ഇനി ഗായ്സ്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്യുക. എല്ലാം കൂടി അതും ഇത് വാർത്ത കഴിഞ്ഞിട്ട് കാത്തോളൂ. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഞാനെടുത്ത് ഫുഡ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അത്ര ഒന്നും അറിയില്ല. നമ്മൾ ആവശ്യത്തിനുള്ളത് മുട്ട വേവിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങളെല്ലാ ആവശ്യത്തിന് എത്ര വേണോ അതിനനുസരിച്ച് വേണം ഇടാൻ. അപ്പോൾ എല്ലാം ഇടുക. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇടുക. ഉരുളക്കിഴങ്ങ്, ഗായ്സ്. അപ്പോൾ ഇത് എല്ലാതും കൂടിയിട്ട് നല്ല മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള ഷേപ്സിനനുസരിച്ച് നമ്മളതുപോലെ ഉണ്ടാക്കുക. ഞാൻ റൗണ്ട്, പെട്ടി, പിന്നെ കോണാകൃതി, അതെല്ലാം കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങളും അതുപോലെ ഷേപ്പ്. ഒരു ബിരിയാണി വാങ്ങിയിട്ട് വന്നു ഗായ്സ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഇനി ബാലൻസ് കാണിച്ചു ഗായ്സ്. അപ്പോൾ ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ട് ഗായ്സ്. ഒരു മുട്ട ബിരിയാണി. ഇതെന്തോ ഒരു കോഴിനെ അങ്ങനെ എടുത്ത് വെച്ചിരിക്കാൻ തോന്നുന്നൊരു നോക്കത് ചില്ലി എന്തുണ്ട്. അമ്മ കഴിച്ചിട്ടില്ല. പാട്ടെടുക്കണോ എന്റെ ആള് കണ്ട ഞാൻ പറഞ്ഞതാ ശരണെ തിന്നത്. അപ്പൊ നമ്മുടെ ഡിഷ് റെഡിയായി ഗൈസ്. ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ പോണേ സാറ. കഴിക്കടേ, എങ്ങനെയുണ്ട് പറ. പിന്നെ ഞാൻ ഇപ്പൊ കറക്റ്റായി പറ. നീ പറ എങ്ങനെയുണ്ട് പറ. സൂപ്പറാണ്. സൂപ്പർ. ഒന്ന് നോക്കി എങ്ങനെയുണ്ടെന്ന് പറ. എങ്ങനെയുണ്ട് പറയും, എങ്ങനെയുണ്ട് പറയും, എങ്ങനെയാ പിന്നെ നന്നായിട്ടാ അമ്മ പറ. നന്നായിട്ടാ. ഇനി എന്തെങ്കിലും നോക്കട്ടെ. നീ പ്രൊഫഷണൽ ഗൂഗിളിൽ പോയിട്ട് പ്രൊഫഷണൽ കൊറിയർ ട്രാക്കിംഗ് അടിച്ചു കൊടുത്തിട്ട് ഈ നമ്പർ അടിച്ചു നോക്കൂ. അത് അവിടെ എത്തിയെന്ന് അറിയാലോ. എങ്ങനെയുണ്ട്? സൂപ്പറാ. കൊറിയർ സെന്റർ ആണ്. കഴിച്ചത് കഴിഞ്ഞു. പ്രൊഫഷണൽ ആണ്. പിന്നെ പോസ്റ്റ് ഓഫീസിലുണ്ട്. ഓ, അതൊരു കൊറിയർ സെന്റർ ആണ്. ഫ്ലിപ്കാർട്ട്, മീഷോ പോലെ